നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ $200 ബില്യൺ മൂല്യമുള്ള കരാറുകൾ പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുവൈറ്റിലേക്ക് കടൽ മാർഗം 13 ചാക്കുകളിലായി കഞ്ചാവ് കടത്തിയ 5 ഇറാനികൾക്ക് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. അവധിക്കാല തിരക്കിനും ടിക്കറ്റ് നിരക്കിനും ആശ്വാസം പകർന്ന് ഇൻഡിഗോ ഫുജറയിൽ നിന്നും കണ്ണൂരിലേക്കും മുംബൈയിലേക്കും സർവീസ് ആരംഭിച്ചു. ദുബായ് ഉപഭരണാധികാരിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ദുബായ് കാര്യാലയം സന്ദർശിച്ചു. 1995 വഖഫ് നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. വാർത്തകൾ വിശദമായി. അമേരിക്കയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ $200 ബില്യൺ മൂല്യമുള്ള കരാറുകൾ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒന്നിലധികം ദിവസത്തെ യാത്രയ്ക്കിടെ US-ഉം എമിറേറ്റ്സും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ബോയിങ്, GE, എയ്റോസ്പേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ ഉൾപ്പെടുന്ന $14.5 ബില്യൺ ഇടപാടുകൾ ഉൾപ്പെടെയാണിത്. GE എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 28 US നിർമ്മിത ബോയിങ് 787-777 വിമാനങ്ങൾ വാങ്ങുന്നതിന് $14.5 ബില്യൺ നിക്ഷേപിക്കാൻ ഇത്തിഹാദ് എയർവേസിൽ നിന്നും ബോയിങ്ങും GEയും പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യാഴാഴ്ച വൈറ്റ് ഹൗസ് അറിയിച്ചു. അടുത്ത തലമുറ 777X തങ്ങളുടെ വിമാന ശേഖരത്തിൽ ഉൾപ്പെടുത്തുന്നതടക്കം US നിക്ഷേപം UAEയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള ദീർഘകാല വാണിജ്യ വ്യോമയാന പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. ഇത് അമേരിക്കൻ ഉൽപ്പാദനത്തിന് പ്രോത്സാഹനം നൽകുന്നു, കയറ്റുമതി വർദ്ധിപ്പിക്കുന്നു എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും 170-ലധികം വിമാനങ്ങളായി വികസിപ്പിക്കുവാനും ഈ വർഷം ഏകദേശം 20 മുതൽ 22 വരെ പുതിയ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഇത്തിഹാദ് എയർലൈൻസ് പദ്ധതിയിട്ടിട്ടുണ്ട്. കുവൈറ്റിലേക്ക് കടൽ മാർഗം 13 ചാക്കുകളിലായി കഞ്ചാവ് കടത്തിയ 5 ഇറാനികൾക്ക് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. 176 കിലോഗ്രാം കഞ്ചാവാണ് ഇവർ രാജ്യത്തേക്ക് കടത്തിയത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിലെയും കോസ്റ്റ് ഗാർഡിലെയും ഉദ്യോഗസ്ഥരാണ് ഇറാനികളെ അറസ്റ്റ് ചെയ്തത്. അവരെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷൻ റെഫർ ചെയ്തു. ചോദ്യം ചെയ്യലിൽ മയക്കുമരുന്ന് കടത്തിയ കാര്യം പ്രതികൾ സമ്മതിച്ചു. അവധിക്കാല തിരക്കിനും ടിക്കറ്റ് നിരക്കിനും ആശ്വാസം പകർന്ന് ഇൻഡിഗോ ഫുജറയിൽ നിന്നും കണ്ണൂരിലേക്കും മുംബൈയിലേക്കും സർവീസ് ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ 9:30 മുംബൈയിൽ നിന്നും എത്തിയ വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ നിന്നും രാത്രി 8:55 പുറപ്പെട്ട കന്നി വിമാനം രാത്രി 11:25 ഫുജറയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും സ്വീകരിക്കാൻ വിമാനത്താവള എയർലൈൻ അധികൃതർ എത്തിയിരുന്നു. പുതിയ സർവീസ് ആരംഭിച്ചതോടെ UAEയിൽ നിന്നും കേരളത്തിലേക്ക് ആഴ്ചയിൽ 1032 പേർക്ക് കൂടി അധികമായി യാത്ര ചെയ്യാം. ദുബായ് ഉപഭരണാധികാരിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ദുബായ് കാര്യാലയം സന്ദർശിച്ചു. ദുബായ് സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി നടന്ന സന്ദർശനത്തിൽ സ്ഥാപനം നേടിയ പുരോഗതിയും അദ്ദേഹം അഭിനന്ദിച്ചു. അൽ ജാഫിലിയയിൽ ഓഫീസിലെത്തിയ ഷെയ്ഖ് അഹമ്മദ് GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയും ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹൈബ് ബിൻ സൂറൂറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്ത് ആണവായുധങ്ങൾ ഒട്ടും സുരക്ഷിതമല്ലെന്നും അവരുടെ ആണവായുധങ്ങൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ആദ്യമായി കശ്മീർ സന്ദർശിച്ചപ്പോഴായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. ബദാമി ബാഗ് കണ്ടോൺമെന്റിൽ സൈനികരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ ധീരമായ ഇടപെടലുകൾക്ക് സൈനികരെ അഭിനന്ദിച്ചു. ഭീകരപ്രവർത്തനം, പാക് അധിനിവേശ കശ്മീർ വിഷയങ്ങൾ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നും സേനയുടെ സഹായത്തോടെ മേഖലയിൽ നിന്നും ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് നിയമത്തിലെ പുതിയ ഭേദഗതികൾക്കെതിരായ ഹർജികൾ വാദം കേൾക്കലിനിടെ 1995 വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. 1995 വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികളാണിവ. 1995 മുതൽ നിലനിൽക്കുന്ന നിയമം ഇതുവരെയും ചോദ്യം ചെയ്തില്ലേ എന്നും കോടതി ചോദിച്ചു. ചോദ്യം ചെയ്തുള്ള ഹർജികൾ വിവിധ ഹൈക്കോടതികളുടെ പരിഗണനയിലുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ല. ഇപ്പോഴത്തെ ഭേദഗതികൾ ചോദ്യം ചെയ്യുന്ന ഹർജിക്കാർക്കും മറുപടി നൽകുവാനും
അതിന് പ്രതികരണം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി 19 വരെ സാവകാശം അനുവദിച്ചു. ഇത് ലഭിച്ച ശേഷം 20-ന് ഹർജികൾ പരിഗണിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മണിപ്പൂരിൽ ഇന്ത്യ-മ്യാൻമാർ അതിർത്തി ജില്ലയായ ചന്ദ്രയിലിൽ അസം റൈഫിളുമായി ഏറ്റുമുട്ടലിൽ 10 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ അസം റൈഫിൾസോ ഓപ്പറേഷൻ നേതൃത്വം നൽകിയ ഇന്ത്യൻ ആർമിയുടെ ദിമാർ ആസ്ഥാനമായുള്ള സ്പിയർ കോർവോ പുറത്തുവിട്ടിട്ടില്ല. മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന കുക്കി നാഷണൽ ആർമി സായുധ സംഘങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വൻതോതിലുള്ള ആയുധശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇടതുഭരണം തുടരാനുള്ള സാധ്യതയുണ്ടെന്നും അതിനായി നാമം ജപിച്ചാൽ പോരാ, ജനവിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കണമെന്ന് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. ജനങ്ങൾക്കിടയിൽ വിനീതരാകണം, പല കാര്യങ്ങളിലും സ്വയം വിമർശനം നടത്തി ജനപിന്തുണ ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും സംസ്ഥാനത്ത് ഐക്യമുന്നണി സർക്കാർ പിരിഞ്ഞത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും പിന്നീട് പാർട്ടി തന്നെ ഇക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട് എന്നും G. സുധാകരൻ വ്യക്തമാക്കി. ഇനി ഇന്നത്തെ പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 114.07 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.60 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.02 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. IPL ഈ സീസണിൽ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് ഡൽഹി ക്യാപിറ്റൽസിലെ ഓസ്ട്രേലിയൻ പേസ് മിച്ചൽ സ്റ്റാർക്ക് തിരിച്ചു വരില്ല. ഇക്കാര്യം സ്റ്റാർക്ക് ഡൽഹി മാനേജ്മെന്റുമായി സംസാരിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ-പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർക്ക് നേരത്തെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. നാട്ടിൽ നിന്നും പഞ്ചാബ്-ഡൽഹി മത്സരത്തിനിടെ ഉണ്ടായ ഭീകരാന്തരീക്ഷ അനുഭവം താരം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഈ സീസണിൽ താരം 10 റൺസ് എക്കണോമിയിൽ 14 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.